എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 10th മാത്സിൻ്റെ ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന 11ാമത്തെ ചാപ്റ്ററാണ്. അതിലെ ഇക്വേഷൻ ഓഫ് ലൈൻ എന്നുള്ള സെക്ഷനാണ് കേട്ടോ. അതിലെ എങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷൻ ഓഫ് ലൈന് വരയുടെ സമവാക്യം എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ 2 പോയിന്റ് തന്നിട്ടുണ്ട്. 1 2 2 4 2 4. എന്നിട്ട് നമ്മുടെ ചോദ്യം ഈ ബിന്ദുവിനെ യോജിപ്പിക്കുന്ന വരയുടെ സമവാക്യം കാണുക എന്നായിരിക്കും. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇക്വേഷൻ ഓഫ് ലൈൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്ന കോർഡിനേറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ സ്ലോപ്പ് ആദ്യം കാണാം. x1 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ആദ്യം എഴുതി കൊടുത്തു. ഇനി നമ്മൾ y2 4, ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. ആദ്യം തരുന്നത് എപ്പോഴും x1ഉം y1ഉം, രണ്ടാമത് തരുന്നത് x2 y2 ആയിട്ട് എടുക്കുക. ഇനി y2 4 4 മൈനസ് 2 ബൈ 2 മൈനസ് 4 മൈനസ് 2 പറയുമ്പോൾ 2 2 മൈനസ് 1 1, 2 2 പ്രാവശ്യം. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഇസ് ഇക്വൽ ടു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി നമ്മൾ ആദ്യം ഈ ആദ്യത്തെ കോർഡിനേറ്റ് എടുക്കുക. 1 2 എടുക്കുക കേട്ടോ. 1 2, പിന്നെ എക്സ് വൈ ആയിട്ട് എക്സ് വൈ, വേറെ ഒരു കോർഡിനേറ്റ് ആയിട്ട് എക്സ് വൈ ആയിട്ട് എടുക്കുക. ഇനി ഇവ തമ്മിലുള്ള സ്ലോപ്പ് എന്ന് കണ്ടുപിടിക്കാം. അതായത് y -2 എന്ന് വരും അല്ലേ. y -2 ബൈ എക്സ് -1. ഇനി നമുക്ക് കിട്ടിയ സ്ലോപ്പ് ഉണ്ടല്ലോ, ആദ്യം കണ്ടുപിടിച്ച് വെച്ച സ്ലോപ്പ്, അത് സമം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുക. ഇനി ഇതിനൊന്ന് ക്രോസ് ചെയ്യാം. ഇതാ അപ്പോൾ എന്ത് വരും? y -2, ഇതിന് താഴെ ഒരു നമ്പറും ഇല്ല, അപ്പോൾ അത് അതേപോലെ തന്നെ എഴുതാം. y -2 സമം x -1, എന്നിട്ട് നേരം എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ. അപ്പോൾ x -1 ഇൻറ്റു 2 ആയിട്ട് മാറും. നമ്മൾ y -2 അതുപോലെ തന്നെ x ഇൻറ്റു 2 2x, 2 ഇൻറ്റു -1 എന്താ വരിക? -2 വരും. ഇനി നമ്മൾ ഇതാണ് എടുക്കുന്നത്. എക്സ് വെച്ചിട്ടുള്ള ആദ്യം ഒരു ഇക്വേഷൻ തന്നെ 2x, നമ്മൾ 2x കൊടുത്തു. ഇവിടെ നമ്മൾ സൈനൊന്നും മാറ്റിയിട്ടില്ല, അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേന് സൈന് മാറ്റി കൊടുക്കുക. ഇവിടെ പോസിറ്റീവ് y, അപ്പുറത്ത് -y. നമ്മളിവിടെ നേരത്തെ സൈൻ മാറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈൻ മാറ്റരുത്. -2, ഇവിടുത്തെ സൈൻ വൈയുടെ മാറ്റിയതാണ്, അതുകൊണ്ട് ഈ -2 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? +2 0 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2x -y -2 +2 വരുമ്പോൾ എന്തായിട്ട് മാറും? 0. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് ലൈൻ കാണാനുള്ള ഒരു മാർഗം കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിലെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഇത് ഇക്വേഷൻ ഓഫ് ലൈൻ കാണാനുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പേജ് നമ്പർ 251 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 0 0 1 1 അല്ലേ. 0 0 1 1 നമുക്ക് 0 0 1 1. നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈനാണ്. കുറേ പോയിന്റുകൾ തന്നിട്ട് കണ്ടുപിടിക്കാം. 4 എണ്ണം ഇട്ടുണ്ട് കേട്ടോ അതിലെ ക്വസ്റ്റ്യനായിട്ട്. ഇതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നതിൻ്റെ സ്ലോപ്പ് കാണാം അല്ലേ. സ്ലോപ്പ് ഇനി നമ്മളതിൻ്റെ ഇക്വേഷൻ എഴുതി കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? y2 1 -0 x2 1 1 x1 0 1 -1 1 1 ബൈ 1 എന്ത് കിട്ടും? നമുക്ക് 1 കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 1 കണ്ടു. ഇനി നമ്മൾ ഇതിനെ ഈ ആദ്യത്തെ കോർഡിനേറ്റ് തന്നതിൽ ഏതാണ് ഫസ്റ്റ് കോർഡിനേറ്റ് അത് എടുക്കുക. 0 0, വേറൊന്ന് xy ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ ഇതിൻ്റെ ഇത് x1 y1, ഇതെന്താ വരിക? x2 y2. അപ്പോൾ നമ്മൾ y2 -y1, അപ്പോൾ y -0 ബൈ x -0.
ഇനി നമ്മൾ ഇതിന് നേരേക്ക് ആ കണ്ടുപിടിച്ച സ്ലോപ്പ് ഉണ്ടല്ലോ അത് സം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒന്ന് ക്രോസ് ചെയ്യുക കേട്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ, അത് ചെയ്യാം. അപ്പോൾ y - 0 ഇവിടെ ഒരു നമ്പറും ഇല്ല, സ്ലോപ്പ് 1 മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ y - 0 അതുപോലെ എഴുതി. പിന്നെ x - 0 ഇൻറ്റു 1 അല്ലെങ്കിൽ x - 0 ഇൻറ്റു 1 വരും അല്ലേ. x - 0 ഇൻറ്റു 1. അപ്പോൾ y - 0 അതുപോലെ തന്നെ y - 0 x ഇൻറ്റു 1 x തന്നെ അല്ലേ. 1 ഇൻറ്റു 0 0. നമ്മളിത് y - 0 = x. നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതുമ്പോൾ x അല്ലേ ആദ്യം വരേണ്ടത്, x. പിന്നെ ഇതിന് നമ്മൾ സൈനൊന്നും മാറ്റിയിട്ടില്ല, അപ്പോൾ ഇവിടുത്തെ സൈൻ മാറ്റി കൊടുക്കണം. x - y = 0. അപ്പോൾ നമുക്ക് ഒന്നാമത്തേൻ്റെ 0 0 1 1 എന്ന് പറയണ വരയുടെ ഇക്വേഷൻ ഓഫ് വരയുടെ സമവാക്യം എന്താണ് വരിക? x - y = 0 എന്ന് വരും. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 0 0 1 - 1 അല്ലേ. 1 - 1. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ ആദ്യം സ്ലോപ്പ് ഇനി y2 - 1 അല്ലേ. -1 0 ബൈ x2 1 -0. അപ്പോൾ രണ്ട് ഭാഗത്ത് മൈനസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ -1 ബൈ 1. അപ്പോൾ ആൻസർ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡിവൈഡ് ചെയ്യുന്ന ഭാഗങ്ങളിൽ ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ മൈനസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ ആൻസറിലും എന്തുണ്ട്? മൈനസ് ഉണ്ട്. -1 എന്ന് കിട്ടും. സ്ലോപ്പ് -1. ഇത് നമ്മളിതിലെ ആദ്യത്തെ കോർഡിനേറ്റ് 0 0 അടുത്തത് xy ആയിട്ട് എടുക്കുക. ഇവ തമ്മിലുള്ള സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കുക. ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2 ആണ് ഇത് വരും കേട്ടോ. അപ്പോൾ y2 - y1 അപ്പോൾ ഇത് വരും y - 0 ബൈ x - 0. ഇനി സമട്ടിട്ട് ഈ സ്ലോപ്പ് കിട്ടിയതുണ്ടല്ലോ അതിനെ ഇങ്ങോട്ട് കൊടുക്കുക -1. നമ്മളിതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ y - 0 താഴെ ഒരു നമ്പറും ഇല്ല, അപ്പോൾ നമ്മൾ അതുപോലെ എഴുതും. y - 0 = x - 0 ഇൻറ്റു -1 അല്ലേ. x - 0 ഇൻറ്റു -1. y - 0 അതുപോലെ തന്നെ എഴുതാം. x ഇൻറ്റു -1 എന്താ വരിക? -x എന്ന് പറയാം അല്ലേ. പിന്നെ 0 ഇൻറ്റു -1 എന്താ? 0. നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ -x ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ സൈൻ മാറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ x. അപ്പോൾ ഇവിടെ പോസിറ്റീവ് y ആണ് ഉള്ളത്. ഇവിടെ നമ്മൾ സൈൻ മാറ്റി കൊടുത്തു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സൈൻ അതുപോലെ എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സൈൻ എന്താ? ഇനി മാറ്റാൻ പാടുമോ? ഇല്ല. അപ്പോൾ +y x + y = 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ 0 0 1 - 1 എന്നുള്ളതിൻ്റെ വരയുടെ സമവാക്യമായിട്ട് എന്ത് വരും? x + y = 0. ഇനി അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1 0 0 1 അല്ലേ. 1 0 0 ആദ്യം ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? സ്ലോപ്പ് കാണാവുന്നതാണ് അല്ലേ. അപ്പോൾ സ്ലോപ്പ് കാണാം കേട്ടോ. ഇനി നിങ്ങൾ ഇക്വേഷൻ എഴുതിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത് ഞാൻ ചെയ്യുന്നില്ല. y2 - y1 x2 - x1 എഴുതി നിങ്ങൾ ചെയ്യാം കേട്ടോ. 1 - 0 ബൈ 0 -1
1 മൈനസ് 0 പറയുമ്പോൾ 1, 0 മൈനസ് 1 പറഞ്ഞാൽ എന്താ -1. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? -1. ഇനി നമ്മൾ ആദ്യത്തെ കോർഡിനേറ്റും XYയും തമ്മിലുള്ള സ്ലോപ്പ് കാണുന്നത്. തന്ന ഇതിൽ ആദ്യത്തെ കോർഡിനേറ്റ് എടുക്കും 1, 0 XY എന്ന് പറയണ. ഇവ തമ്മിലുള്ള സ്ലോപ്പ് എന്താ വരിക? ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അപ്പോൾ ഇത് y2 മൈനസ് y1, y മൈനസ് 0 ബൈ എന്ത് വരും? x മൈനസ് 1 അല്ലേ? x മൈനസ് 1. ഇത് എഴുതിയതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ സ്ലോപ്പ് ഇതിന് നേരെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് -1. നമ്മൾ ഇതിനൊന്ന് ക്രോസ് ചെയ്യണേ. അപ്പോൾ ഇത് 0 ആണ് കേട്ടോ. ഇനി y മൈനസ് 0 എന്ത് വരും? y മൈനസ് 0 സിക്വൽ ടു y മൈനസ് 0ന് താഴെ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഒന്നുമില്ല. അപ്പോൾ നമ്മളൊന്നും എഴുതണ്ട. x മൈനസ് 1 ഇൻറ്റു x മൈനസ് 1 ഇൻറ്റു -1. ഇനി ഇതിനെ ഒന്നുകൂടി y മൈനസ് 0 അതുപോലെ എഴുതി x ഇൻറ്റു -1 എന്ത് വരും? -x. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് ഉണ്ടെങ്കിൽ ആൻസറിലും എന്ത് വരണം? മൈനസ് വരണം. പിന്നെന്താ? -1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ എന്ത് വരും? +1 ആയിട്ട് വരും. ഇനി നമ്മൾ ഇതിനെ ആദ്യം നമ്മൾ എക്സ് എന്ന് കൊടുക്കണം അല്ലേ? അപ്പോൾ എക്സിൻ്റെ -x. അപ്പോൾ ആദ്യം തന്നെ മൈനസ് എഴുതാൻ പാടില്ല. അപ്പോൾ നമ്മൾ അതിനെ മാറ്റുകയാണ് എക്സ്. അപ്പോൾ ഇവിടെ മാറ്റി, അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ മാറ്റാൻ പാടില്ല അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരിക? ഈ ഭാഗത്തു നിന്ന് സൈൻ മാറ്റിയെങ്കിൽ ഇനി അടുത്ത് എടുക്കുമ്പോൾ അതിൻ്റെ മാറ്റരുത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? അത് അതേപോലെ y കൊടുക്കാം. x+y ഇതിൻ്റെ സൈൻ മാറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഈ +1 ഇങ്ങോട്ട് വരുമ്പോൾ -1. നമുക്ക് x+y -1 0 എന്ന് കിട്ടും. ഇനി ഇത് സൈൻ മാറ്റുമ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടും. പിന്നെ ഈ ഭാഗത്ത് ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ മൈനസ് വെച്ചിട്ട് എക്സ് വെച്ച് തുടങ്ങാറില്ല. അപ്പോൾ അതിനെ കളയണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ മൈനസ് മാറ്റി, അപ്പോൾ ഇവിടെ പോസിറ്റീവായി. പിന്നെ ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടുത്തെ സൈൻ മാറ്റിയതാണ്. അതുകൊണ്ട് പിന്നെ ഇതിന് -y എഴുതാൻ പാടില്ല. അപ്പോൾ ഇവിടെ പോസിറ്റീവ് y കൊടുക്കണം. പിന്നെ ഇവിടുത്തെ സൈന് പോസിറ്റീവ് ആക്കിയതാണ്. അപ്പോൾ ഇവിടെ +1 ആണ്. അപ്പോൾ അതിങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. ഇതിൻ്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 4 -1 0 -1 0 -1. ആദ്യം സ്ലോപ്പ് കാണാം അല്ലേ? ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യുന്നത് എന്താണ്? സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ -1 -0 അല്ലേ? -0 ബൈ 0 മൈനസ് പിന്നെ -1. അപ്പോൾ രണ്ട് ഭാഗത്ത് മൈനസ് ഉണ്ട്. ആൻസറിൽ മൈനസ് വരും. പിന്നെ അതായത് 2 മൈനസ് അടുപ്പിച്ച് വന്നു പ്ലസ് ആയപ്പോൾ 1 വരും. അപ്പോൾ എന്ത്? സ്ലോപ്പ് -1. നമുക്ക് സ്ലോപ്പ് -1 കിട്ടി. ഇനി ആദ്യത്തെ കോർഡിനേറ്റ് എടുക്കുക. -1 0 XY എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പോൾ y -0 എന്ന് പറയല്ലേ? y -0 ബൈ x മൈനസ് എക്സ് മൈനസ്, അതായത് x2 മൈനസ് എന്നുള്ളൊരു മൈനസും പിന്നെ ഇതിലുള്ളൊരു മൈനസും -1 വരും. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? y -0 ബൈ എക്സ് 2 മൈനസ് അടുപ്പിച്ച് വന്നു x+1 സമം നമുക്ക് എന്ത് കൊടുക്കാം? സ്ലോപ്പിനെ ഇങ്ങോട്ട് കൊടുക്കാം -1. ഇതിനെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ y -0 is equal to എന്ത് വരും? x+1 അതുപോലെ ഇൻറ്റു ഇത് ഇൻറ്റു -1 വരും അല്ലേ? അപ്പോൾ y -0 is equal to x ഇൻറ്റു -1 എന്ത് വരും? -x അല്ലേ? -x 1 ഇൻറ്റു -1 എന്ത് വരും? -1 അല്ലേ?
അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ആൻസറിൽ എന്ത് വരണം? മൈനസ് വരണം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എക്സ് എടുക്കുകയാണല്ലേ. അപ്പോൾ ഇവിടെ എക്സിന് സൈൻ മാറ്റി കൊടുത്തു. എക്സ് അതായത് പോസിറ്റീവാക്കി. അപ്പോൾ ഇനി ഇതിനൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ ഇവിടെ മൈനസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? +1. എക്സ് പ്ലസ് വൈ +1 ഇസ് ഇക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ എന്തെടുക്കണം? എക്സിലല്ലേ പറയാം. അപ്പോൾ അതെടുത്തു. അപ്പോൾ അതിൻ്റെ സൈൻ മാറ്റി കൊടുത്തു. -x പോസിറ്റീവ് എക്സ് ആയി. ഇനി ഇവിടുത്തെ സൈൻ മാറ്റിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൈൻ മാറ്റാൻ പാടില്ല. അപ്പോൾ y പോസിറ്റീവായി അതുപോലെ എഴുതി. അത് അപ്പോൾ ഈ -1നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? +1 ആയിട്ട് മാറും. അപ്പോൾ അതിൽ പേജ് നമ്പർ 251 ഒന്നാമത്തെ 4 സബ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു.